കേരളത്തിൽ വേരൂന്നിയ അന്തർ സംസ്ഥാന അവയവ കച്ചവട മാഫിയയുടെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഓരോന്നായി പുറത്ത്. വ്യാജരേഖകൾ ചമച്ച് നിയമവിരുദ്ധമായി വൃക്ക വിൽപ്പന നടത്തിയ കേസിൽ കോട്ടയം വാഴൂർ പുളിക്കക്കവല വളയിൽ വീട്ടിൽ മായയെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. ഇതോടെ കൊച്ചി കേന്ദ്രീകരിച്ച് നടന്ന വൻ അവയവ കടത്ത് കേസിൽ പിടിയിലായവരുടെ എണ്ണം 7 ആയി ഉയർന്നു. സംസ്ഥാനത്തെ ഉന്നത ആശുപത്രികളെയും മെഡിക്കൽ ടൂറിസം മേഖലയെയും നിഴലിലാക്കിയ ഈ കേസിന്റെ മാസ്റ്റർ ബ്രെയിൻ കാസർഗോഡ് സ്വദേശി മുഹമ്മദ് നജീബും ഭാര്യ റഷീദയുമാണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിലൂടെ അന്തർ സംസ്ഥാന അന്താരാഷ്ട്ര തലത്തിലുള്ള വലിയൊരു മാഫിയ ശൃംഖലയുടെ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അവയവമാറ്റ ശസ്ത്രക്രിയകൾ സുതാര്യവും നിയമപരവുമായി നടത്തുന്നതിനായി രാജ്യം ആവിഷ്കരിച്ച കർശനമായ നിയമങ്ങളെയും മാനദണ്ഡങ്ങളെയും പൂർണ്ണമായും അട്ടിമറിച്ചുകൊണ്ടാണ് ഈ മാഫിയ സംഘം തട്ടിപ്പുകൾ നടത്തിയിരുന്നത്. മുംബൈയിൽ നിന്നും വൃക്ക ആവശ്യപ്പെട്ട് എറണാകുളത്തെത്തിയ ഒരു രോഗിക്ക് അവയവം നൽകാൻ തയ്യാറായ ദാതാവ് സ്വന്തം സഹോദരനാണെന്ന് വരുത്തി തീർക്കുക എന്നതായിരുന്നു ഇവരുടെ പ്രധാന ലക്ഷ്യം. ഇതിനായി ദാതാവിന്റെ റേഷൻ കാർഡിലെ സ്വീകർത്താവിന്റെ പേര് വ്യാജമായി ഉൾപ്പെടുത്തി ഇരുവരും തമ്മിൽ രക്തബന്ധമുണ്ടെന്ന് സ്ഥാപിക്കുന്ന രീതിയിലാണ് മായ വ്യാജരേഖകൾ ചമച്ചുണ്ടാക്കിയത്. ഈ നിയമവിരുദ്ധ പ്രവൃത്തിക്കും വ്യാജരേഖ നിർമ്മാണത്തിനുമായി കേസിലെ മുഖ്യപ്രതിയായ മുഹമ്മദ് നജീബിൽ നിന്നും ഇവർ 25,000 രൂപ കൈപ്പറ്റിയതായി അന്വേഷണ സംഘം ഡിജിറ്റൽ തെളിവുകൾ സഹിതം കണ്ടെത്തുകയുണ്ടായി. കൃത്രിമമായി ഉണ്ടാക്കിയ ഈ റേഷൻ കാർഡും മറ്റ് അനുബന്ധ രേഖകളും സത്യവാങ്മൂലങ്ങളും ഉപയോഗിച്ച് അവയവദാനത്തിന് അന്തിമ അനുമതി നൽകേണ്ട ജില്ലാതല ഓതറൈസേഷൻ കമ്മിറ്റിയെ ഇവർ പൂർണ്ണമായും തെറ്റിദ്ധരിപ്പിക്കുകയും പറ്റിക്കുകയും ചെയ്തു. കേസിലെ മറ്റു പ്രതികളെ മുൻപ് അറസ്റ്റ് ചെയ്തപ്പോൾ ലഭിച്ച വിവരങ്ങളുടെയും മുഖ്യപ്രതി നജീബിന്റെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ ശാസ്ത്രീയവും ഡിജിറ്റലുമായ പരിശോധനകളുടെയും അടിസ്ഥാനത്തിലാണ് മായയുടെ പങ്കിനെ കുറിച്ച് പോലീസിന് വ്യക്തമായ തെളിവുകൾ ലഭിക്കുന്നത്. ഇതിനെ തുടർന്ന് നടത്തിയ കൃത്യമായ നീക്കത്തിനൊടുവിൽ കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി 10:15 കോട്ടയം വാഴൂർ ഭാഗത്ത് വെച്ചാണ് പ്രത്യേക പോലീസ് സംഘം ഇവരെ വലയിലാക്കിയത്. അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക കണ്ടെത്തലുകൾ അനുസരിച്ച് മുഖ്യപ്രതി മുഹമ്മദ് നജീബിന്റെ നേതൃത്വത്തിലുള്ള അവയവ വിൽപ്പന റാക്കറ്റ് കഴിഞ്ഞ 5 വർഷമായി കേരളത്തിൽ അതീവ രഹസ്യമായും ആസൂത്രിതമായും സജീവമായിരുന്നു. ഈ കാലയളവിനുള്ളിൽ 40ഓളം നിയമവിരുദ്ധ അവയവമാറ്റ ശസ്ത്രക്രിയകൾ ഈ സംഘത്തിന്റെ മധ്യസ്ഥതയിൽ നടന്നിട്ടുണ്ടെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പ്രതികളുടെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ചതിൽ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ അസ്വാഭാവികവും സംശയാസ്പദവുമായ പണമിടപാടുകൾ നടന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. കേസുമായി ബന്ധപ്പെട്ട് നജീബും ഭാര്യ റഷീദയും പെരിങ്ങാല കുന്നത്തുനാട് പ്രദേശങ്ങളിൽ വാടകയ്ക്കെടുത്തിരുന്ന ഫ്ളാറ്റുകളിൽ പോലീസ് നടത്തിയ റെയ്ഡിൽ തട്ടിപ്പിനായി ഉപയോഗിച്ചിരുന്ന വൻ രേഖാശേഖരമാണ് പിടിച്ചെടുത്തത്. വിവിധ സർക്കാർ ഓഫീസുകളുടെ വ്യാജമുദ്രകൾ, പ്രമുഖ MLA മാർ, MP മാർ, ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരുടെ പേരിൽ തയ്യാറാക്കിയ വ്യാജ ലെറ്റർ പാഡുകൾ, ഡോക്ടർമാരുടെ ഒപ്പും സീലും പതിപ്പിച്ച കൃത്രിമ സത്യവാങ്മൂലങ്ങൾ എന്നിവയ്ക്ക് പുറമെ നിർണായക വിവരങ്ങൾ അടങ്ങിയ കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്കുകളും ഡിജിറ്റൽ രേഖകളും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. നിലവിൽ ഈ ഡിജിറ്റൽ തെളിവുകളുടെ വിശദമായ ശാസ്ത്രീയ പരിശോധനകൾ പുരോഗമിക്കുകയാണ്. അവയവദാതാക്കളെ കണ്ടെത്താൻ നജീബ് ഉപയോഗിച്ചിരുന്നത് മാരകമായ തന്ത്രങ്ങളായിരുന്നു. സാമ്പത്തികമായി തകർന്ന പാവപ്പെട്ട മനുഷ്യരെയാണ് സംഘം പ്രധാനമായും ലക്ഷ്യമിട്ടിരുന്നത്. താൻ ഉന്നത രാഷ്ട്രീയ നേതാക്കളുടെ അടുത്ത ബന്ധുവാണെന്ന് പരിചയപ്പെടുത്തിയാണ് ഇയാൾ ഇരകളുടെ വിശ്വാസം പിടിച്ചുപറ്റിയിരുന്നത്. മെഡിക്കൽ ടൂറിസം കമ്പനിയുടെ മറവിലായിരുന്നു ഇയാളുടെ വിദേശ യാത്രകളെല്ലാം. ഇതിലൂടെ വിദേശത്തേക്കും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും അവയവക്കടത്തിന്റെ വേരുകൾ പടർന്നിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുകയാണ്. തമിഴ്നാട്, മഹാരാഷ്ട്ര, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ഏജന്റുമാരുമായി ഇവർക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നു. കൂടാതെ പ്രധാന പ്രതിയായ നജീബിന് മംഗളൂരുവിലെ ഒരു കൊലക്കേസ് ഉൾപ്പെടെ 12ഓളം ക്രിമിനൽ കേസുകളിൽ മുൻപ് പങ്കുണ്ടായിരുന്നതായും റൂറൽ പോലീസ് ചീഫ് സ്ഥിരീകരിച്ചു. ഇത്രയും വലിയ രീതിയിൽ വ്യാജരേഖകൾ ചമച്ച് അവയവമാറ്റം നടത്തിയിട്ടും കോട്ടയത്തെയും കൊച്ചിയിലെയും വൻകിട ആശുപത്രി അധികൃതരോ ഓതറൈസേഷൻ കമ്മിറ്റികളോ ഇത് കണ്ടുപിടിച്ചില്ല എന്നത് വലിയ വീഴ്ചയായിട്ടാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അതിനാൽ തന്നെ വരും ദിവസങ്ങളിൽ ശസ്ത്രക്രിയകൾ നടന്ന പ്രമുഖ സ്വകാര്യ ആശുപത്രികളും അന്വേഷണ പരിധിയിൽ വരും. കൊച്ചി സിറ്റി പോലീസ് ചീഫിന്റെ നിർദ്ദേശപ്രകാരം ഡെപ്യൂട്ടി കമ്മീഷണർ ഷാഹിൻ ഷാ, തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണർ മനോജ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ 15-അംഗ പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് ഡയറി നിയന്ത്രിക്കുന്നത്. അമ്പലമേട്, ഇൻഫോ പാർക്ക്, ഉദയംപേരൂർ സ്റ്റേഷനുകളിലെ ഇൻസ്പെക്ടർമാരും സൈബർ വിദഗ്ധരും ഈ സംഘത്തിലുണ്ട്. നിലവിൽ റിമാൻഡിലുള്ള മുഹമ്മദ് നജീബിനെയും ഭാര്യ റഷീദയെയും വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ നീക്കം. വരും ദിവസങ്ങളിൽ കൂടുതൽ ഏജന്റുമാരും വ്യാജരേഖ നിർമ്മാതാക്കളും വലയിലാകുമെന്നാണ് സൂചന. അവയവം നൽകിയവരും സ്വീകരിച്ചവരും ഈ കെണിയിൽ പ്രതികളാകാൻ സാധ്യതയുള്ളതിനാൽ അതീവ രഹസ്യ സ്വഭാവത്തോടെയാണ് പോലീസ് തുടർ നടപടികൾ സ്വീകരിക്കുന്നത്.